അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉംദത്തു സാലിക്ക് സബ്ക്ക് നമ്പർ 334 ഷാഫിഈ ഫിഖ് പഠന പരമ്പര. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുല്ലാഹി റബ്ബൽ ആലമീൻ വ ഉസല്ലി വ ഉസല്ലിമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ വ അലാ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു നമുക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, മുസന്നിഫീങ്ങൾ എല്ലാവർക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മുഹിബ്ബീങ്ങൾ എന്ന് വായിക്കാനുള്ള ഭാഗം വയജിബു സ്വറഫു സക്കാത്തി ഇലാ 8 അസ്നാഫിൻ. സക്കാത്ത് നൽകേണ്ടത് 8 വിഭാഗം ആളുകൾക്കാണ്. അതിന്റെ ചർച്ചയാണ്. ആരാണ് 8 വിഭാഗം? അതാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. നമുക്കൊക്കെ അറിയാമല്ലോ, ഖുർആനിലെ ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്തു തൗബ. സൂറത്തു തൗബയിൽ 6ാമത്തെ ഒരു ആയത്ത് നമുക്കറിയാം, പ്രസിദ്ധമായ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 6ാമത്തെ അല്ല, 60ാമത്തെ ആയത്താണ്. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി ദിഖാബി വൽ ആരിമീന വൽ ഗാരിമീന വഫി സബീലില്ലാഹ് വബിനി സബീലി ഫരീദത്തൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം എന്ന പ്രസിദ്ധമായ ആയത്ത്. ആ ആയത്തിൽ തന്നെ 8 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് പല സമയത്തും. നമ്മൾ കൊണ്ട് നമ്മൾ പഠിക്കുകയാണ്, വായിക്കാം. വയജിബു നിർബന്ധമാകും. സ്വറഫു സക്കാത്തി, സക്കാത്തിനെ തിരിക്കൽ നിർബന്ധമാകും. ഇലാ 8 അസ്നാഫിൻ, 8 വിഭാഗം ആളുകളിലേക്ക്. അസ്നാഫ് എന്ന് പറഞ്ഞാൽ ഇനങ്ങൾ, വിഭാഗം. 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വയജിബു വ തജിബു സക്കാത്തു, സക്കാത്ത് നിർബന്ധമാകും. വ തജിബു വയജിബു ആണുള്ളത്, അല്ല തജിബു എന്ന് പറയുമ്പോൾ സക്കാത്ത് എന്നുള്ള ഫയൽ കൊടുത്താൽ ഇവിടെ വയജിബു ആണ്. സറഫു എന്ന് ഫയലുണ്ടല്ലോ. വയജിബു സറഫു സക്കാത്ത്, സക്കാത്തിനെ തിരിക്കൽ നിർബന്ധമാവും. ഇലാ 8 അസ്നാഫിൻ തജിബു, തജിബാണ് തജിബു സക്കാത്ത് എന്നുള്ള കേട്ടോ. സക്കാത്ത് തിരിക്കണം എവിടേക്ക്? ഇലാ 8 അസ്നാഫിൻ, 8 വിഭാഗം ആളുകളിലേക്ക്. ലിക്കുല്ലി സിൻഫിൻ, എല്ലാ ഓരോരുത്തർക്കും ഉണ്ട്. ലിക്കുല്ലി സിൻഫിൻ, ഓരോ വിഭാഗത്തിനുമുണ്ട്. സുമുനു സക്കാത്തി, സക്കാത്തിന്റെ 8-1 കൊടുക്കണം. അപ്പൊ സക്കാത്ത് ഉണ്ടെങ്കിൽ അതിന്റെ 8-1 ഭാഗം ഇവർക്ക് കൊടുക്കുക. അതിന് 8 ഭാഗമാക്കിയിട്ട് ഓരോ ആളുകൾക്കും കൊടുക്കുക. അപ്പൊ 8 വിഭാഗം എന്ന് പറഞ്ഞാൽ അത് പാരാ. അതോ 1 ഫഖീർ, 2 മിസ്കീന്, അതുപോലെ തന്നെ 3 ഉദ്യോഗസ്ഥന്മാര്, ആമിലീങ്ങൾ, 4 മുഅല്ലഫത്ത് ഖുലൂബ് പറഞ്ഞാൽ ഹൃദയം, മുസ്ലിമായ പുതു മുസ്ലിങ്ങൾ, ഹൃദയം ഇണങ്ങിയ ആളുകൾ പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ, 5 റിഖാബ്, അടിമ, മോചനപത്രം എഴുതിയ അടിമ ഒക്കെ വരുന്നുണ്ട്. ശേഷം വിശദീകരണം വരുന്നുണ്ട്. 6 കടമുള്ള ആളുകൾ, വാരിമീങ്ങൾ, 7 അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, 8 യാത്രക്കാർ. ഇങ്ങനെ 8 വിഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ഓരോന്നും സബ്ബായി വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത് പറയാണ് അഹദുഹ, അവരിൽ ഒന്നാമത്തെ ആള് അൽ ഫുഖറാഉ, ദരിദ്രന്മാരാണ്, ഫക്കീറന്മാരാണ്. ഫക്കീർ പറഞ്ഞാൽ ആരാ? വൽ ഫക്കീറു, ദരിദ്രനാകുന്നത് മൻ, ഒരുത്തനാണ്. അഥവാ 10 റുപ്യ ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ 3 റുപ്യ 4 റുപ്യൊക്കെ കയ്യിൽ വരുമാനമുള്ളൂ. ഓനാണ് ഫക്കീർ. സാധു, പാവപ്പെട്ടാണ്. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. ഫക്കർ കുഫറിലേക്ക് എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫക്കറിനെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വൽ ഫക്കീറു, ഫക്കീറാവുന്നത് മൻ, ഒരുത്തനാണ്. ലാ യഖ്ദിറു, അവന് സാധ്യമാകുന്നതല്ല, അലാമ, ഒരു ധനത്തിന്റെ മേൽ, യഖഉ, അതായിത്തീരും, മൗഖിഅൻ, ഒരു സ്ഥാനത്ത്, മിൻ കിഫായത്തിഹി, അവന് മതിയായതിൽ നിന്നൊരു സ്ഥാനത്തായിത്തീരും. എന്ന് പറഞ്ഞാൽ 10 രൂപ ഒരു ദിവസം ആവശ്യമാണ്, അതിലേക്ക് 3 റുപ്യ കിട്ടണുള്ളൂ. ഇപ്പൊ 10 റുപ്യ ഒരു ദിവസം ആവശ്യമാണ്. ആ 10 റുപ്യക്ക് അവന് 10 റുപ്യ കിട്ടുന്ന വിഷയത്തിൽ ആ യഖ്ദിറാൻ സാധിക്കണേ അല്ല, 10 റുപ്യ കിട്ടണേ അല്ല. കിഫായത്തിന് ജീവിക്കാൻ ആവശ്യമായത് മനസ്സിലായല്ലോ. അവനെന്തായി? അശക്തനാവുകയും ചെയ്തു. അൻ കസ്ബിൻ, ജോലിയെ തൊട്ട്, ജോലിക്ക് പോകാൻ വയ്യ, കൈ ഒടിഞ്ഞിക്കുകയാണ്, തളർവാദം പിടിച്ച് കിടക്കുകയാണ്. യലീക്കു, അത് യോജിക്കും, ബിഹി, അവനോട് യോജിക്കുന്ന ഒരു ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല. ഔ ശഗലഹു, അല്ലെങ്കിൽ അവനെ പിന്തിരിപ്പിച്ചു, അൽ കസ്ബു, ഒരു ജോലി, അനിൽ ഇസ്തിഗാലി, ഏർപ്പെടുന്നതിനെ തൊട്ട്, ബി ഇൽമിൻ ശറഈൻ, ശറഈയായ ഇൽമു കൊണ്ട് അവന് ദർസുൽ ഓതാൻ പോവുകയാണ്, ഇൽമു പഠിക്കുകയാണ്. അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല.
ഫഇൻ ശഗലഹു അല്ലെങ്കിൽ ആ ജോലി അവനെ പിന്തിരിപ്പിച്ചാൽ അതിനെ തഅബ്ബുദ് ഇബാദത്ത് ചെയ്യലിനെ തൊട്ട് ഫലൈസ അപ്പോൾ അവനല്ല ബിഫഖിരിൻ ദരിദ്രനായി കൂട്ടൂല, അവന് ദരിദ്രനായി പരിഗണിക്കുകയില്ല. വലഹു കാന ഉണ്ടായാലും ശരി, ലഹു അവനിക്ക്, ലഹു പറഞ്ഞാൽ ആ ഫഖീറിനുണ്ടായാലും ശരി, മാലുൻ ഗായിബൻ മറഞ്ഞ സ്വത്തുണ്ട്, സൗദി അറേബ്യയിൽ കുറച്ച് പൈസ ഇറക്കിക്കണം, അല്ലെങ്കിൽ കാശ്മീരിൽ കുറച്ച് പൈസ ഉണ്ട്. ബി മസാഫത്തിൽ കസരി നിസ്കാരം കസറാക്കുന്ന വഴിദൂരത്തിൽ കുറേ അപ്പുറത്ത് പൈസ ഉണ്ട്. അവൻ്റെ പേരൻ്റെ അവിടെ നിന്ന് 132 കിലോമീറ്റർ അപ്പുറത്ത് പൈസ ഉണ്ട്, സ്ഥലമുണ്ട്. ഉഅ്തിയ അവന് കൊടുക്കപ്പെടണം. വ ഇൻ ഖാന ഇനി അവനാണെങ്കിൽ മുസ്തഗനിയൻ ഐശ്വര്യവാനാണെങ്കിൽ, ബിനഫഖത്തിമൻ ഒരുത്തൻ്റെ ചെലവ് കാരണം തൽസമുഹു ആ ഒരുത്തന് അവന് നിർബന്ധമാകും നഫഖത്തുഹു അവന് ചെലവ് കൊടുക്കൽ. അതാരാണ്? മിൻ സൗജിൻ ഭർത്താവിനാൽ, വഖരീബിൻ അടുത്ത കുടുംബത്തിനാൽ, അങ്ങനെയൊക്കെയാണെങ്കിൽ ഫലാ അപ്പോൾ സക്കാത്ത് കൊടുക്കാനും പാടില്ല. ഇപ്പം എന്താ ആകപ്പാടെ പറഞ്ഞത്? വാക്കർത്ഥം വെച്ചു. ആശയം എന്താണ്? ആശയം ഒന്നാമത് പറഞ്ഞത് വയജിബു സർഹു സക്കാത്തി ഇലാ സമാനിയത്തി അസ്നാഫിൻ ലികുല്ലി സിൻഫിൻ സുമിന സക്കാത്തി. സക്കാത്ത് 8 വിഭാഗം ആളുകൾക്കാണ് കൊടുക്കൽ നിർബന്ധം. ഓരോ വിഭാഗക്കാർക്കും സക്കാത്തിന്റെ മുതലിന്റെ 8-1 കൊടുക്കേണ്ടത്. അതാണ് ആദ്യം പറഞ്ഞത്. പിന്നെ വൽ ഫഖീറു മൻ ലാ യഖ്ദിറു അലാ മാ യഖഉ മൗഖിഅൻ മിൻ കിഫായതിഹി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അതിന്റെ ആശയം എന്താ? സക്കാത്തിന്റെ അവകാശികളായ 8 വിഭാഗക്കാരിൽ ഒന്നാമത്തെ ആള് ഫക്കീറാണ്. ഈ ഫക്കീർ പറഞ്ഞ ആരാണ്? അതോ അത് ആണിപ്പോൾ പറഞ്ഞത്. വാജസൻ കസ്ബി യലീഖു ബിഹി ഔ ശഗലഹുൽ കസ്ബു അനിൽ ഇസ്തിഗാലി ബിഇൽമിൻ ശർഇയ്യിൻ ഫഇൻ ശഗലഹു തഅബ്ബുദു ഫലൈസ ബിഫക്കീർ. അതായത് തന്റെ ചെലവിന് മതിയാകുന്ന പൈസ അവനക്കില്ല, അതിന് വേണ്ട തുക സമ്പാദിക്കാൻ അവനക്ക് യോജിച്ച തക്കതായ ഒരു ജോലിക്ക് സാധ്യവുമല്ല, കഴിവുമില്ല. ഇവനാണ് ഫക്കീർ. മാത്രമല്ല ഇവന് ദീനി ഇൽമുമായി, ദീനി വിദ്യാഭ്യാസത്തിന് മതപരമായ ദർസ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് കാരണം ജോലിക്ക് അവസരം ലഭിച്ചില്ലെങ്കിൽ, അതുപോലെ സക്കാത്തിന്റെ വിഷയത്തിൽ അവനെ എന്തായി കൂട്ടും? ദർസിൽ ഓതാൻ പോയത് കൊണ്ട് പണിക്ക് പോകാൻ പറ്റുന്നില്ല, ശർഅ് പഠിക്കുകയാണ്, ഇൽമു പഠിക്കുകയാണ്. അപ്പോൾ അവനെയൊക്കെ എന്തായി? ഫക്കീറായിട്ട് നമ്മൾ പരിഗണിക്കും. എന്നാൽ നേരെ വേറെ ചങ്ങായി എപ്പോഴും മുസാഫ് ഓതി കുത്തിരിക്കുകയാണ്, ദിക്റല്ലിൽ തന്നെയാണ്, നിസ്കരിച്ച് തന്നെയാണ്, ആരാധനയിൽ ഏർപ്പെട്ടത് കാരണം ജോലിക്ക് പോകാൻ പറ്റിയില്ല, അവനെ പോക്കിയാലും സിയാറത്തില്ല, പൈസ കച്ചിരില്ല. ഇങ്ങനെയാണെങ്കിൽ ഓനെ ഫക്കീറായി പരിഗണിക്കൂല. ഓനെ സിയാറത്തിന് പോകല്ല വേണ്ടത്, ജോലിക്ക് പോകണം. അതാണ് ഫൈൻ ശഗലഹു തഅബ്ബുദു ഫലൈസ ബിഫഖീരിൻ. ആരാധനയിൽ ഏർപ്പെട്ടത് കാരണം ജോലിയില്ലെങ്കിൽ അവൻ എന്തായി കൂട്ടൂല? ഫക്കീറായിട്ട് കൂട്ടൂല. ഇനി പൈസ ഉണ്ട് കുറെ അപ്പുറത്താ, യാത്ര ചെയ്യുക, ജംആക്കുക, കസറാക്കുക എന്ന് പറഞ്ഞാൽ 132 കിലോമീറ്റർ വേണം. അതിൻ്റെ അപ്പുറത്താണ് പൈസ ഉള്ളത്. വലൗകാന ലഹു മാലുൻ ഗായിബൻ ബി മസാഫത്തിൽ കസരി ഉഅ്തിയാറിനല്ലേ, നിസ്കാരം കസറാക്കാൻ പറ്റുന്ന ദൂരത്തിൽ 132 കിലോമീറ്റർ അപ്പുറത്ത് അവനക്ക് പൈസ ഉണ്ട്. സക്കാത്തിന്റെ വിഹിതം അവർക്ക് കൊടുക്കാൻ പറ്റും. ഉപകാരം കിട്ടില്ലല്ലോ, എത്രയോ ദൂരത്തല്ലേ പൈസ അടക്കണം. അപ്പോൾ അവനക്കും സക്കാത്ത് കൊടുക്കാം. ഇനി അതുപോലെ പിന്നെ പറഞ്ഞത്, അവസാനം പറഞ്ഞത് വഇൻകാന മുസ്തഗ്നിയൻ ബിനഫഖത്തി മൻ തൽസമുഹു നഫഖത്തുഹു മിൻ സൗജിൻ വഖരീബിൻ എന്ന് പറഞ്ഞില്ലേ. അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരായ അടുത്ത കുടുംബങ്ങൾ അഥവാ ഭർത്താവ്, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് ചെലവ് കൊടുക്കുകയാണ്. അവർ ചെലവ് കൊടുക്കുന്നുണ്ട് ഇവനക്ക്, എന്നാൽ പിന്നെ അവനക്ക് സക്കാത്ത് കൊടുക്കണ്ട. കാരണം ഓരോ കാര്യങ്ങളൊക്കെ ഭർത്താവ് നോക്കുന്നുണ്ടല്ലോ, ആ കുടുംബക്കാർ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സാധുവിന് നമ്മൾ എന്താക്കണം? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മനസ്സിലായല്ലോ? അതാണ് ഫല എന്ന് പറയുന്നത്. സക്കാത്ത് കൊടുക്കുക, അവന് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണിപ്പോൾ ഫക്കീർ. ഇപ്പം നാളെ പറഞ്ഞത് എന്താണ്? സക്കാത്ത് കൊടുക്കേണ്ടത് 8 വിഭാഗം ആളുകൾക്കാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം ഫക്കീറാണ്, പാവപ്പെട്ടവൻ, സാധു എന്നൊക്കെ അർത്ഥം വെക്കും. ഫക്കീർ പറഞ്ഞാൽ ആരാണ്? ഒരാൾക്ക് 10 ഉറുപ്പ്യ ചെലവുണ്ട്, ഒരാൾക്ക് 10 ഉറുപ്പ്യ ചെലവുണ്ടെങ്കിൽ അതിൽ 3 ഉറുപ്പ്യ വരുമാനം ഉണ്ടെങ്കിൽ ഒരാൾ ഫക്കീർ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, ഇരുലോക വിജയം ഉൾപ്പെടുത്തട്ടെ. നാഫിയായാലും ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മൾ തൗഫീഖ് നൽകട്ടെ. ബിഹഖി സയ്യിദുൽ മുർസലീൻ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ദ്വാരക്കാൻ പറ്റില്ലേ?